we saw structuralism and post-structuralism. Today we are going to see deconstruction. Deconstruction. This particular theory started in 1970s and is a philosophical and literary analysis. Okay, and this particular theory or deconstruction, a literary analysis, a kind of literary analysis, is based on the philosopher Jacques Derrida. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ജാക്സ് ദെറിദയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ he is the one who put forwarded this philosophical and literary analysis, that is deconstruction. Okay, അപ്പോൾ എന്താണ് deconstruction നോക്കാം. Deconstruction perceives that language, especially ideal concepts such as truth and justice, is irreducibly complex, unstable and impossible to determine. എങ്ങനെയാണ്? അതായത് ഒരു ലാംഗ്വേജ്, ഇപ്പോൾ നമ്മൾ ഇന്നലെ ലോഗോസെൻട്രിസത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ. ലോഗോസെൻട്രിസം നമ്മൾ പറഞ്ഞത് ലാംഗ്വേജ് ഈസ് ദ അൾട്ടിമേറ്റ് സെൽഫ് കണ്ടെയ്നിങ് എൻറ്റിറ്റി ദാറ്റ് റെപ്രസെൻറ്റ്സ് the knowledge, that is the only way how the knowledge can be represented. അല്ലെങ്കിൽ അതിൻ്റെ ലോഗോസ് എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്ന സംഭവത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് എന്താ പറയുക, അതിലൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ അതാണ് അതിൻ്റെ ബേസിസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താണ്, അത് ഫിലോസഫിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി മാറുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോഗോസ് അല്ലെങ്കിൽ വേർഡ് എന്നുള്ളതിന് ട്രൂത്ത് എന്നുള്ളൊരു ഐഡിയ കൂടി കൊണ്ടുവരികയാണ്. നമ്മൾ പഠിച്ചത് ലിംഗ്വിസ്റ്റിക് ഒരു സ്ട്രക്ചറിൽ നിന്ന്, ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ഫിലോസഫിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ട്രൂത്ത്, ജസ്റ്റിസ് എന്നുള്ള പോലെയുള്ള ഐഡിയാസൊക്കെയാണ് എന്താണ് ലോഗോസെൻട്രിസത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. വെൻ വി അപ്ലൈ ദാറ്റ് പെർട്ടിക്കുലർ ഐഡിയ ടു ദിസ്. സോ ഇതിലെങ്ങനെയാണ്, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രൂത്തോ ജസ്റ്റിസോ അങ്ങനെ ഒരു വേർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ സ്പെസിഫിക് ആയിട്ടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഡീകൺസ്ട്രക്ഷൻ്റെ കോൺസെപ്റ്റ്. മീൻസ് എന്താണ്, അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് കണ്ടതിന് ശേഷം പറയാം. സോ ദർ ഈസ് എ വെരി ക്ലോസ് റീഡിങ് ഓഫ് ടെക്സ്റ്റ്. That means that in order to find the contradictory meanings of a text and then to establish that a work is not a unified logical whole. അപ്പോൾ അതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, എല്ലാ തിയറിയിലും കണ്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്, പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന് മുന്നേ വരെ, സ്ട്രക്ചറലിസത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഡീകൺസ്ട്രക്ഷൻ. അത് തന്നെ ഒരു ഒരു ഫുൾ ഫ്ലെഡ്ജ് തിയറി ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, വർക്ക്സിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ടെക്സ്റ്റും ഒരു വർക്കും തന്നെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആണെന്നോ, അതിൽ എന്താ പറയുക, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ 100% സത്യമാണെന്നോ അങ്ങനെയൊന്നുമില്ല. മീൻസ് അതൊക്കെ എന്താ പറയുക, അത് വേറൊരു തോന്നൽ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ വർക്കിനെ കൺസിഡർ ചെയ്യുന്നത് അൾട്ടിമേറ്റ് റിയാലിറ്റി, ട്രൂത്ത് എന്നൊക്കെയുള്ള രീതിയിൽ അതിനെ കാണുമ്പോൾ ദ തിങ് ഈസ് ദാറ്റ് ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ് കോൺട്രഡിക്ട്സ്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. സോ ഇറ്റ് റിജക്റ്റഡ് ലോഗോസെൻട്രിസം. ആൻഡ് ലോഗോസെൻട്രിസത്തിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു സ്പീച്ച് ഓവർ റൈറ്റിംഗ്. എഴുതുന്നതിനേക്കാൾ കൂടുതൽ സ്പീച്ചിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, പോസ്റ്റ് സ്ട്രക്ചറലിസം വന്നിട്ടത് ലിംഗ്വിസ്റ്റിക്സിൽ നിന്നാണ്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിൽ നമ്മൾ പറയുന്നത് എന്താണ്, സിഗ്നിഫൈഡ് എന്നല്ലെങ്കിൽ സിഗ്നിഫയർ ആണ് ഇതിനെ കൺവേ ചെയ്യുന്നത് അല്ലേ. സിഗ്നിഫയറിലേക്ക് വരുമ്പോൾ നമ്മൾ സൈൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, സിഗ്നിഫയർ ആണ്. അപ്പോൾ ഈ സിഗ്നിഫയറിൻ്റെ പ്രത്യേകത എന്താണ്, അത് സ്പീച്ചായിട്ട് വരുന്നതാണ്, ഓഡിറ്ററി സിഗ്നൽ പോലെയാണ് അത് വരുന്നത്. അപ്പോൾ മീൻസ് ഓഡിറ്ററി സിഗ്നൽ. അപ്പോൾ സ്പീച്ചിനാണ് കൂടുതലായിട്ട് എന്താണ് ലോഗോസെൻട്രിസം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് നിരാകരിക്കുന്നത് ആരാണ്, ഡീകൺസ്ട്രക്ഷൻ. കംപ്ലീറ്റ് ആയിട്ട് ദേ റിജക്ട് ദാറ്റ് ബിലീഫ്. ദെൻ they rejected the binary opposition, good, bad, white, black എന്നുള്ളതിനൊക്കെ അവർ റിജക്റ്റ് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. the reason is that they say that language is highly subjective in nature, that is not an objective entity. കാണുമ്പോൾ ഇപ്പോൾ ലാംഗ്വേജ് ഒരു പേപ്പറിൽ നമുക്ക് എഴുതി തന്നു, പ്രിൻ്റ് ഔട്ട്, ഫോർ എക്സാമ്പിൾ നമ്മളെ മനസ്സിൽ തന്നെ നമുക്കതുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്കൊരാൾ ഒരു കാര്യം തന്നു, മീൻസ് ഒരു പ്രിൻറ്റഡ് പേപ്പർ തന്നു, നമ്മളത് ന്യൂസ് പേപ്പർ ആണെങ്കിലും ഒക്കെ നമ്മളത് വായിക്കുമ്പോൾ നമ്മളതൊരു അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നുള്ള രീതിയിലാണ് അതിനെ വായിക്കുന്നത്. അത് സത്യമാണ്. എവിടെ കണ്ടു, ആ ന്യൂസ് പേപ്പറിൽ കണ്ടു,
ന്യൂസ് പേപ്പറിൽ മനുഷ്യർ അച്ചടിക്കുന്ന സംഭവങ്ങൾ തന്നെയല്ലേ, മനുഷ്യർ പറയുന്ന കാര്യങ്ങളല്ലേ, അതുപോലെ നമ്മൾ വാർത്തകൾ കാണുന്നു. സോ വി ഫീൽ ദാറ്റ് ദീസ് ആർ അൾട്ടിമേറ്റ് ട്രൂത്ത്സ്, അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന ജസ്റ്റിസ് ആണ്, അല്ലെങ്കിൽ അതിനൊരു ഫിക്സഡ് സെൻട്രാലിറ്റി എന്ന് പറയും. മീൻസ് എന്താണ്, അതൊക്കെ അതൊരു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഫിക്സ്ചർ, ഒരു സെൻട്രൽ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനൊരു ശരി എന്ന് പറയുന്നത് ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഡീകൺസ്ട്രക്ഷൻ സേസ് ദാറ്റ് these are not really well established things or we can depend on it. അത് അത്ര എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നല്ല. അത് പ്രസൻറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവാണ്, ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടും അതുപോലെയുള്ള ഐഡിയാസ് ടെക്സ്റ്റുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് തോന്നും. ബട്ട് സ്റ്റിൽ വി ഷുഡ് ബി വെരി സ്കെപ്റ്റിക്കൽ അബൌട്ട് ദിസ് എന്നാണ് ഡീകൺസ്ട്രക്ഷൻ. ഡീകൺസ്ട്രക്ഷൻ്റെ തിയറിയാണ് അതിനെ അണ്ടർമൈൻ ചെയ്തുകൊണ്ട് ഡീകൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇറ്റ് റിജക്റ്റഡ് ദ സ്ട്രക്ചറലിസ്റ്റ് ബിലീഫ് ഓഫ് ടെക്സ്റ്റ് ഹാവ് ഐഡൻറ്റിഫയബിൾ സെൻറ്റേഴ്സ്. ദറ്റ് ഈസ് എ തിങ്. അങ്ങനെ ഒരു ബുക്കിന് ഒരു വർക്കിന് കൃത്യമായിട്ട് ടെക്സ്റ്റിന് കൃത്യമായിട്ടൊരു എന്താ പറയുക ഒരു ശരിയുണ്ട്. അതാണ് സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സെൻറ്റർ അല്ല. ദ തിങ് ഈസ് ദാറ്റ് അതിനൊരു ശരിയുണ്ട്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള അതിനൊരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് സ്ട്രക്ചറലിസ്റ്റുകൾക്ക് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവർ അതിൻ്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും സൈനുകളൊക്കെ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് വെൻ ഇറ്റ് കംസ് ടു ഡീകൺസ്ട്രക്ഷൻ, അക്കോർഡിംഗ് ടു Derrida, he rejected that particular aspect. He says that no, it is not an objective entity. A text is not an objective entity. It always undermines whatever it says. അത് പറയുന്നതിന് അതിങ്ങനെ അണ്ടർമൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. Now they see works in terms of their undecidability. ഒരു വർക്കിനെയും അത്ര ഉറപ്പിച്ച് അല്ലെങ്കിൽ അൺഡിസൈഡബിലിറ്റി എന്നുള്ളൊരു ക്വാളിറ്റി ഒരു വർക്കിനുണ്ട് എന്നുള്ള രീതിയിൽ കണ്ടു തുടങ്ങിയത് ഈ ഡീകൺസ്ട്രക്ഷൻ അനാലിസിസിലൂടെയാണ്. ഓക്കെ, സോ നൗ വി ക്യാൻ സി സം ഓഫ് ദ തിയറിറ്റീഷ്യൻസ്. ദാറ്റ് ഈസ് യെയിൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് തിയറിറ്റീഷ്യൻസ് ഉണ്ട്. ദേ ആർ വെൽ വേഴ്സ്ഡ് ഇൻ ദിസ് ഡീകൺസ്ട്രക്ഷൻ. ദാറ്റ് ഈസ് പോൾ ഡീമാൻ, ജെഫ്രി ഹാർട്ട്മാൻ, ജെ ഹില്ലിസ്, മില്ലർ, ഹറോൾഡ് ബ്ലൂം. ഇവരൊക്കെയാണ് അങ്ങനെ ഡീകൺസ്ട്രക്ഷൻ അപ്ലൈ മീൻസ് ട്രൈ ചെയ്തിട്ട് അത് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഒരു വർക്കിനെ ഡീകൺസ്ട്രക്ഷൻ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതെന്തിന് എഗെയിൻസ്റ്റാണ് നിൽക്കുന്നത്, ചിലപ്പോൾ അതിനെ തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടാവാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മില്ലർ പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ, ഒരു കൊട്ടേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഡീകൺസ്ട്രക്ഷൻ ഈസ് നോട്ട് എ ഡിസ്മാൻഡലിംഗ് ഓഫ് ദി സ്ട്രക്ചർ ഓഫ് എ ടെക്സ്റ്റ് ബട്ട് എ ഡെമോൺസ്ട്രേഷൻ ദാറ്റ് ഇറ്റ് ഹാസ് ഓൾറെഡി ഡിസ്മാൻഡിൽഡ് ഇറ്റ് സെൽഫ്. Its apparently solid ground is no rock but thin air. എന്താണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വർക്കിൻ്റെ സ്ട്രക്ചറിനെ ഡിസ്മാൻഡിൽ ചെയ്യലൊന്നും അല്ല. ഓൾറെഡി എന്താണ് അത് ഡിസ്മാൻഡിൽഡ് ആണ്. മീൻസ് ആ വർക്ക് നമുക്ക് കാണുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്ട്രക്ചർ ഉണ്ട് തോന്നിയാലും അങ്ങനെയല്ല, അത് ഓൾറെഡി ഡിസ്മാൻഡിൽഡ് ആണെന്ന് കാണിച്ചു തരിക മാത്രമാണ് ഡീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അതിന് സോളിഡ് ഗ്രൗണ്ട്സ് ഒന്നുമില്ല ഒരു വർക്കിന്, ബട്ട് തിൻ എയർ. അപ്പോൾ അതായത് അതിങ്ങനെ സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ട് തന്നെയാണ് ഒരു വർക്ക് പോവുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നൗ ഇതിന് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കാനനൈസേഷൻ പോലെ വർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാനനൈസേഷനിൽ നമ്മൾ പോയിട്ട് പറയുന്നുണ്ട്, ജോൺ ഡൺ പറയുന്നുണ്ട്, പിന്നെ എന്താണ് നമ്മൾ റൊമാൻറ്റിക് ലെവലിലൂടെ കാനനൈസ്ഡ് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് കാനനൈസേഷൻ എന്ന് പറയുന്ന അതല്ലെങ്കിൽ ക്രിസ്ത്യൻ ബിലീഫ് അതുപോലെയുള്ള റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് തോന്നുന്നത് അണ്ടർമൈൻ ചെയ്യുകയാണെന്നാണ് നമുക്ക് തോന്നുക. പക്ഷേ ശരിക്ക് ഡൺ പറയാതെ പറയുന്നത് എന്താണ്, അതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് എവർ ഹീ സേസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പോം ആക്ച്വലി ഹീസ് അണ്ടർമൈനിങ് ഹിസ് ഓൺ ഐഡിയാസ്. അത് കൃത്യമായിട്ട് ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ടുവരാൻ ആർക്ക് കഴിയുന്നുണ്ട്, ഡീകൺസ്ട്രക്ഷൻ അനാലിസിസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ ഓഫ് ഗ്രാമറ്റോളജി ബൈ Derrida, ദെൻ സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ ഇൻ ദ ഹ്യൂമൻ സയൻസസ്, ദാറ്റ് ഈസ് ഓൾസോ ബൈ Derrida. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ്. ഓക്കെ, അപ്പോൾ ഇതൊരു അപ്രോച്ചാണ്. ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രോച്ചാണ്, ഒരു തിയറിയാണ്. അത് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു അൾട്ടിമേറ്റ് ട്രൂത്തിൽ ഫിലോസഫി, ലിറ്റററി അനാലിസിസ് ഒക്കെ എല്ലാം വരുന്നതാണ്. ഫിലോസഫിക്കൽ അനാലിസിസിനും യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ലിറ്റററി അനാലിസിസിനും യൂസ് ചെയ്യുന്നതാണ്. അത് Derrida'യുടെ ഒരു ഐഡിയ ആണ്. മീൻസ് ആ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് അതിതാണ്. ഒരു വർക്ക് അത് ലാംഗ്വേജിലാണല്ലോ നമ്മൾ എല്ലാ വർക്ക്സും പറയുന്നത്. മീൻസ് നല്ല നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഓതർ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ്, ആറ്റിറ്റ്യൂഡ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനെയാണോ അത് റെഫ്യൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ അതിനെ തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് രീതിയിലാണ് ഡീകൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഡീകൺസ്ട്രക്ഷൻ ആൻഡ് ദെൻ വി ക്യാൻ ഗോ ടു സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസം.
Now psychoanalytic criticism came in effect in 20th century. ഓക്കെ 20th സെഞ്ച്വറിയിലാണ് വന്നത്, ഒരു ഏർലി 20th സെഞ്ച്വറി ഒക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോഅനലിറ്റിക് തിയറി സൈക്കോളജിയിൽ ക്ലിനിക്കൽ സൈക്കോളജിയിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിനിപ്പോൾ നമ്മളിപ്പം ലിംഗ്വിസ്റ്റിക്സിൽ കണ്ടതാണ് എന്ത്, നമ്മളെ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആ ഒരു സൈൻ എന്നുള്ളത് അതിനെടുത്തിട്ടാണല്ലോ പിന്നീട് അവർ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഫോർ മീൻസ് ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് കൊണ്ടുവന്ന് ലിറ്റററി തിയറി ആക്കി മാറ്റുകയാണല്ലോ ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ വേറെ പല തിയറീസും കൊണ്ട്, ഇപ്പോൾ നാച്ചുറലിസം ഫോർ എക്സാമ്പിൾ, നാച്ചുറലിസം ആക്ച്വലി ഒരു ഫിലോസഫിക്കൽ എഡ്യൂക്കേഷണൽ തിയറിയൊക്കെയാണ്. അതിന് പിന്നീട് എന്താണ് ആ ഒരു രീതി നമ്മുടെ ലിറ്റററി വർക്ക്സിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അപ്രോച്ച് കൊണ്ടുവരാം. അപ്പോൾ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് മീൻസ് ദാറ്റ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ തിയറി ക്ലിനിക്കൽ മെത്തേഡ്, സൈക്കോളജിക്കൽ മെത്തേഡിൽ ഉപയോഗിക്കുന്ന സൈക്കോ അനലിറ്റിക്കൽ തിയറി യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു വർക്കിനെ അനലൈസ് ചെയ്യാണ്. ദാറ്റ് ഈസ് സൈക്കോ അനലിറ്റിക് തിയറി ഈസ് എ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഓർഗനൈസേഷൻ ആൻഡ് ദ ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ദറ്റ് ഗൈഡ് സൈക്കോ അനാലിസിസ്, എ ക്ലിനിക്കൽ മെത്തേഡ് ഫോർ ട്രീറ്റിംഗ് സൈക്കോ പാത്തോളജി. ശരിക്കും സൈക്കോ അനാലിറ്റിക് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളത് ഒരു തിയറിയാണ്. അതായത് പേഴ്സണാലിറ്റി തിയറി മീൻസ് സൈക്കോളജിക്കൽ തിയറിയാണ്. ഓക്കെ, നോ ആരാണ് അത് കൊണ്ടുവന്നത്? ദാറ്റ് ഈസ് സിഗ്മണ്ട് ഫ്രോയിഡ്, ലേറ്റ് 19th സെഞ്ച്വറിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. നോ ദ എയിം ഈസ് ദ സൈക്കോ അനാലിസിസ് ഓഫ് ദ ഓതർ. അപ്പോൾ ഇത് എങ്ങനെയാണ് ലിറ്റററി തിയറിയിലേക്ക് വരുമ്പോൾ എന്നുള്ളത് നോക്കാം. ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസം മീൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്രൂഡ്സ് കൺസെപ്റ്റ് ഓഫ് ആർട്ട് ആസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് വൺസ് അൺകോൺഷ്യസ്, ഇറ്റ്സ് എ ഫാൻറ്റസി. അതായത് ഫ്രോയിഡ് പറയുന്നുണ്ട്, അദ്ദേഹം കുറച്ച് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചൊക്കെ നടത്തിയിട്ടുണ്ട്, ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്, കുറച്ച് വർക്ക്സ്. അതിലൊക്കെ അദ്ദേഹം പറയുന്നത് ഒരു ഓതറുടെ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിലുള്ള കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്നൊക്കെ പറയുന്ന, സബ് കോൺഷ്യസ് എന്നൊക്കെ പറയുന്ന ഓരോ റിലംസ് ഉണ്ട്. അപ്പോൾ അതിൽ അൺകോൺഷ്യസ് ആയിട്ട് നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് എന്ത് വർക്ക്സ്, ആർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നമ്മൾ ലിറ്റററി ആയിട്ടൊരു റൈറ്റർ എഴുതുന്നതൊക്കെ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് എന്നുള്ള രീതിയിലാണ്, അകത്തു നിന്ന് വരുന്ന കാര്യങ്ങളെ പുറത്തേക്ക് റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനത്തെ രീതിയിലാണ് ഫ്രോയിഡ് കാണുന്നത്. ഇറ്റ്സ് എ ഫാൻറ്റസി ഓഫ് ദ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഓക്കെ, നൗ ദ എയിം ഓഫ് സൈക്കോ അനാലിസിസ് ഈസ് ദാറ്റ് ദ സൈക്കോ അനാലിസിസ് ഓഫ് ദ ഓതർ ഓർ എ പെർട്ടിക്കുലർ ക്യാരക്ടർ ഇൻ ഗിവൺ വർക്ക്. അപ്പോൾ നമ്മൾ സൈക്കോ അനാലിറ്റിക് അപ്രോച്ച് നടത്തുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മാർക്സിസ്റ്റ് അപ്രോച്ച്, ഡീകൺസ്ട്രക്റ്റീവ് അപ്രോച്ചൊക്കെ കണ്ടല്ലോ, അതുപോലെ സൈക്കോ അനാലിറ്റിക്സ് അപ്രോച്ച് നടത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഒന്നുമില്ലെങ്കിൽ വി വിൽ ഡു ദ സൈക്കോ അനാലിസിസ് ഓഫ് ദ ഓതർ ഓർ എ പെർട്ടിക്കുലർ ക്യാരക്ടർ ഇൻ എ ഗിവൺ വർക്ക്. ഒരു വർക്കിൽ എടുത്തുകൊണ്ട് അതിൽ ഓതർ എങ്ങനെ ആ ഒരു ഓതറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സൈക്കോളജി അനലൈസ് ചെയ്യാൻ പറ്റും, സൈക്കോ അനാലിസിസ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് പ്രത്യേകമായിട്ടുള്ള ക്യാരക്ടറിനൊക്കെ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനൊക്കെ എടുത്ത് അതിനെക്കുറിച്ച് പഠിക്കുക, അതിൻ്റെ എന്തുകൊണ്ട് അതങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ടാവും, ആ ക്യാരക്ടർ എന്തുകൊണ്ട് അങ്ങനെ ആക്ട് ചെയ്തു, ആ ക്യാരക്ടർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു സൈക്കോ അനാലിസിസ് നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ, സോ എങ്ങനെയാണ് ദിസ് സൈക്കോ അനാലിറ്റിക് ക്രിറ്റിക്സ് ഫോളോ അനലിറ്റിക് ഇൻ്റർപ്രറ്റീവ് പ്രോസസ്സ് ഇൻ ദ ഡ്രീം ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ഡ്രീം ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അനലിറ്റിക് പ്രോസസ്സാണ്, സിഗ്മണ്ട് ഫ്രോയിഡ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഒരു അനലിറ്റിക് തിയറി, അനലിറ്റിക് സ്റ്റെപ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഓരോ വർക്കിനെയും സൈക്കോ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, നൗ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആർ ഇത് ഈഗോ, സൂപ്പർ ഈഗോ, ഈഡിപ്പസ് കോംപ്ലക്സ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിങ്ക്ച്വൽ ആയിട്ടുള്ള നമുക്കിപ്പം ഫുഡ് വേണം. ഓക്കെ, ഇപ്പോൾ എനിക്കിപ്പോൾ ഫുഡ് വേണം എന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഇൻസ്റ്റിങ്ക്റ്റാണ് അല്ലേ. എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുന്നത് അതൊരു ഇൻസ്റ്റിങ്ക്റ്റാണ്. എന്നാൽ എന്താണ് എൻ്റെ സൂപ്പർ ഈഗോ പറയണ അല്ല ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അപ്പം നമ്മൾ അങ്ങനെ പോകാൻ പറ്റില്ല, മീൻസ് അത് ശരിയല്ല എന്ന് പറയണം. അപ്പോൾ ഈഗോ എന്ത് ചെയ്യും? ഈഗോ ഒരു എന്താ പറയുക ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിന്നുള്ളൊരു ഒരു ഫോഴ്സാണ്. പറയും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യൂ, സഹിക്കുക സാധാരണ നോർമലി, എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ ശേഷം നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാമല്ലോ. മീൻസ് ഇറ്റ് ഈസ് ബാലൻസിങ് എ പേഴ്സൺ. അപ്പോൾ ഇങ്ങനെ 3 ഭാഗം ഒരാളുടെ മൈൻഡിനുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ അക്കോർഡിംഗ് ടു സൈക്കോ അനാലിസിസ്. പിന്നെ അതുപോലെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിസയർ ടു മാരി വൺസ് മദർ, അങ്ങനെ ഒരു കാഴ്ചപ്പാട്, അങ്ങനെ ഒരു ക്വാളിറ്റി ഒരു സംഭവമുണ്ട്. അതാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം
That is, when Freud, he analyzed many characters, he defines it in that. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്, നമ്മൾ ഈഡിപ്പസ് റെക്സിനെ കാണുമ്പോൾ മനസ്സിലാവും. Okay, now in this particular criticism, there are three practices. That is, reference to others' personality in order to interpret or explain literary work. അതാണ് ഒരു കാര്യം, ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. Then, reference to literary works in order to establish biographical personality of the author. എങ്ങനെയാണ് ഒരു വർക്കിനെ എടുത്തു കൊടുന്നുകൊണ്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു ബയോഗ്രഫിക്കലി പേഴ്സണാലിറ്റി ആ ഒരു ഓതർ എങ്ങനെ അങ്ങനെ ആയി, അല്ലെങ്കിൽ ആ ഓതറിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ദ റീഡിംഗ് ഓഫ് ലിറ്റററി വർക്ക് ഇൻ ഓർഡർ ടു എക്സ്പീരിയൻസ് ഡിസ്റ്റിങ്റ്റീവ് സബ്ജക്റ്റിവിറ്റി ഓർ കോൺഷ്യസ്നെസ് ഓഫ് ഇറ്റ്സ് ഓൺ ഓതർ. റൈറ്ററുടെ സബ്ജക്റ്റിവിറ്റിയും അതുപോലെയുള്ള കോൺഷ്യസ്നെസ്സും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ദീസ് ആർ ദ ത്രീ പ്രാക്ടീസസ്. ഓക്കെ, നൗ ഫ്രൂയിഡ് അനലൈസ്ഡ് കുറച്ച് വർക്ക്സ് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദറ്റ് ഈസ് ഈഡിപ്പസ് റെക്സ്, ഹാംലെറ്റ്, കിങ് ലിയർ, മാക്ബത്ത്, എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്നുള്ള അങ്ങനെയുള്ള വർക്ക്സൊക്കെ ഫ്രൂയിഡ് അനലൈസ് ചെയ്തിട്ടുണ്ട്. മീൻസ് സൈക്കോഅനാലിറ്റിക് ക്രിറ്റിസിസം, സൈക്കോഅനാലിറ്റിക് തിയറീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈഡിപ്പസ് റെക്സിൻ്റെ ഒരവസ്ഥയാണ് എന്താണ്, ഈഡിപ്പസ് റെക്സ് ഫാദറിനെ മർഡർ ചെയ്തുകൊണ്ട് മദറിനെ മാരേജ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന സംഭവം വന്നിട്ടുള്ളത്, മീൻസ് കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. അത് കാരണമാണ് ഹാംലെറ്റിന് എന്തുകൊണ്ട് ഹാംലെറ്റിൻ്റെ പിന്നെ സ്റ്റെപ്പ് ഫാദറെ ക്ലൂഡിയസിനെ മർഡർ ചെയ്യാൻ പിന്നിലേക്ക് നിന്നതിൻ്റെ കാരണം അതായിരിക്കാം. മീൻസ് അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ഫ്രോയിഡ്. ഓക്കെ, സോ ഇങ്ങനെ ക്യാരക്ടേഴ്സിനെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് സൈക്കോഅനാലിറ്റിക് ക്രിറ്റിസിസം. ഓക്കെ, ഇതൊക്കെയാണ് എന്താ സൈക്കോഅനാലിറ്റിക് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. നൗ വി ക്യാൻ സീ ദ തിയറിറ്റീഷ്യൻസ്. ഓക്കെ, ദാറ്റ് ഈസ് കാൾ യൂങ് ഉണ്ട്. കാൾ യൂങ് ഹി വാസ് എ ഡിസൈപ്പിൾ ഓഫ് ഫ്രൂയിഡ്, ബട്ട് ലേറ്റർ ഹി moved away from that particular theories and he developed some other ideas. That is collective unconscious എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. That is the whole humanity has a shared experience or ideas or unconscious എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ മിത്സും മിത്തിക്കൽ ആയിട്ടുള്ള എന്താണ് പിന്നെ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം ഒക്കെ പിന്നീട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കാൾ യൂങ്ങിൻ്റെ ഒരു ഐഡിയ ദാറ്റ് ഈസ് ദിസ് കളക്റ്റീവ് അൺകോൺഷ്യസ്. നൗ ജാക്കസ് ലക്കാൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ സെഡ് ദാറ്റ് അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് ലാംഗ്വേജ്. വേറൊരു തിയറിറ്റീഷ്യനാണ് ജാക്കസ് ലക്കാൻ, ആൻഡ് ദെൻ ഹീ സെഡ് ദാറ്റ് ലാംഗ്വേജ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് ലാംഗ്വേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ എന്താ ചെയ്തിട്ടുള്ളത്, സൈക്കോ അനാലിസിസും ലിംഗ്വിസ്റ്റിക്സും തമ്മിൽ കണക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സൈക്കോ അനാലിറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ലിംഗ്വിസ്റ്റിക്സിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒരു പഠനം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു തിയറിറ്റീഷ്യനാണ് ജാക്കസ് ലക്കാൻ. നൗ വി ഹാവ് ഹറോൾഡ് ബൂം, ദറ്റ് ഈസ് അനദർ തിയറിറ്റീഷ്യൻ. സോ some of the important books related to psychoanalytic criticism is The Interpretation of Dreams by Freud, and then Harold Bloom's A Theory of Poetry. So these are the some of the important